എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിനെ കുറിച്ച് പറയുവാനാണ്. അബദ്ധത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളെ പോലെയുള്ള ഡയബറ്റിക്സിന് എല്ലാമുള്ള ഒരു വീക്ക്നെസ്സും ഞാൻ ആദ്യം പറയട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്, നമ്മളുടെ ഡയബറ്റിസ് മാറ്റാൻ സാധിക്കും എന്ന്. ഡോക്ടർമാർ പറയുന്നത് ഒരു ലൈഫ് ലോങ് ആയിട്ടിരിക്കും, പ്രോഗ്രസീവ് ആണ്, ക്രോണിക് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. ഡയബറ്റിസ് റിവേഴ്സൽ എന്ന് എല്ലാവരും പറയുന്നു. ഒരുപാട് ആളുകൾ യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലും പിന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പല വിധത്തില്, പല മീഡിയയിൽ കൂടെ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് അവർ പറയുന്നു, ഞാൻ എൻ്റെ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മെത്തേഡ് കൊണ്ട് റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ഡയബറ്റിസ് ഷുവർ ആയിട്ട് റിവേഴ്സ് ചെയ്യാം. ഇതൊക്കെ നമ്മളെ കഴുതയെ ക്യാരറ്റ് കാണിക്കുന്നത് പോലെയുള്ള ഒരു മെഷറാണ്. അപ്പോ അങ്ങനെ അതുപോലെ നമ്മൾക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് എന്നും ഈ വിരളിൽ കുത്താതെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് കണ്ടുപിടിക്കണമെന്ന്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ പൾസ് ഓക്സിമീറ്റർ പോലെ ഒരു മെഷീൻ വരുമെന്ന്. വിരല് അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ ലെവലും നമ്മുടെ പൾസും നമ്മളുടെ പെർഫ്യൂഷൻ എന്നാണ് തോന്നുന്നു, നമ്മുടെ എത്ര ബ്ലഡ് നമ്മുടെ ഫിംഗറിലൊക്കെ റീച്ച് ചെയ്യുന്നു എന്നുള്ള ലെവലും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ കൊച്ചിലെ ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല. ഒരു 40 വയസ്സ് വരെ സങ്കല്പിച്ചിട്ടില്ല. ഈ കോവിഡ് കാലത്താണ് നമ്മൾ ഇങ്ങനെ ഒരു മെഷീൻ കാണുന്നതും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ഞാൻ ഈയിടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. അതേപോലെ വിരലകത്ത് വെച്ചാൽ ഗ്ലൂക്കോസ് മെഷർ ചെയ്യുന്ന ഒരു ഗ്ലൂക്കോസ് മോണിറ്റർ വന്നിട്ടുണ്ട് ഇൻ ദ മാർക്കറ്റ്. അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സീമെൻസ് ഹെൽത്തിനിയേഴ്സ് എന്ന് പറയുന്ന ആ വിഭാഗമാണെന്നും ഇവരത് മാർക്കറ്റ് ചെയ്യുന്നെന്നും ആണ് അവർ പറഞ്ഞത്. ആ മാർക്കറ്റ് ചെയ്ത കമ്പനിയുടെ പേര് ഞാൻ അത് സെല്ല് ചെയ്ത കമ്പനിയുടെ പേരും അത് ഡെലിവറി ചെയ്ത കമ്പനിയുടെ പേരും അത് സെല്ല് ചെയ്ത കമ്പനി പോലെ അത് പ്രൊക്യൂർ ചെയ്തതും അത് നമ്മുടെ ആമസോൺ പോലെ അത് വിറ്റ കമ്പനിയും അതുപോലെ അത് ഡെലിവറി ചെയ്യുന്ന നമ്മുടെ കൊറിയർ സർവീസും എല്ലാം ഞാൻ കേട്ടിട്ടില്ലാത്ത ആളുകളായിരുന്നു. എന്തൊക്കെ ആണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ അവര് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും അത് ബുക്ക് ചെയ്തു. എന്റെ മണ്ടത്തരം, എന്റെ മകൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇത്രയും വിവരം ഉണ്ടായിട്ട് അമ്മ അത് ചെയ്തല്ലോ. COD മാത്രം മതി എന്ന് പറയുന്ന മിക്കവാറും ആളുകൾ അവരെ ട്രേസ് ചെയ്യാൻ ഒക്കാതെ ഇരിക്കാനാണ് ഈ COD വാങ്ങിക്കുന്നത്. നമ്മൾ വേറെ വല്ലതും ആണെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ വരുമല്ലോ. ഏതായാലും ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തു. അത് വരാൻ ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. നമ്മുടെ 24 hour ഗ്ലൂക്കോസ് മോണിറ്ററിങ്, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സിസ്റ്റം വളരെ എക്സ്പെൻസീവ് ആണ്. അത് നമ്മൾക്ക് 14 ദിവസത്തേക്ക് 10,000 രൂപയോളം ആകും. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാറില്ല. മറ്റേ സാധാരണ കുത്തുന്ന സാധനം ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ടൈംസ് നോക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ഹോം ഗ്ലൂക്കോമീറ്റർ. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്റെ പാർസൽ ഇന്നലെ വന്നു. 1,200 രൂപ കൊടുത്ത് ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞാ ഇതുപോലെ ഒരു പാക്കറ്റിലാണ് വന്നത്. ബാക്കിയുള്ള ഇത് വരുന്ന പോലെ തന്നെ ഷിപ്ഡ് ബൈ ഷോപ്പ് സ്വേഡിങ്. ഈ ഷോപ്പാണ് ഇത് സെല് ചെയ്യുന്നത്. ആ ഒരു ഷോപ്പിന്റെ സൈറ്റ് നമ്മുടെ ആമസോൺ പോലെ ഷോപ്പ് സ്വേഡിങ് എന്നാണ് അതിന് എത്തിയിരുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ 1,299 എന്നാണ് അതിലുണ്ടായിരുന്നത്. പാക്കറ്റ് വന്നു. ഞാൻ വളരെ ആകാംക്ഷയോടെ പൊളിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഇതുപോലെയുള്ള ഒരു ട്യൂബാണ്. ആ ട്യൂബിൽ എന്തോ ഒരു ഓയിൻമെന്റ് ഉണ്ട്. നമ്മൾ ആരും ഒരിക്കലും അങ്ങനെയുള്ള വരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുകയില്ല. അപ്പൊ ഇതൊരു കളിപ്പീരാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു മേജർ വീക്ക്നെസ് ആണ് നമ്മളുടെ ഈ ഡയബറ്റീസിന്. അതൊരു സ്ട്രഗിൾ ആണ്. നമ്മൾക്ക് ദിവസവും കുത്തി നോക്കണം. ഇത് കുത്തി നോക്കിയില്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല നമ്മളുടെ ബോഡി എങ്ങനെ പോകുന്നു. നമ്മൾ ഒരു 6 മാസത്തിൽ ഒരിക്കൽ മാത്രം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സർപ്രൈസിങ് റിസൾട്ട്സ് ഒക്കെ വരും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം എന്താണ് അതിന്റെ ഫലം എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യും.
അപ്പൊ കുത്തി നോക്കാതെ തന്നെ വിരൽ വെച്ച് നമ്മുടെ പൾസ് ഓക്സിമീറ്റർ പോലെയുള്ള ഒരു മെഷീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നിശ്ചയമായിട്ടും വാങ്ങിക്കും. നമ്മുടെ ആ വീക്ക്നെസ് അറിഞ്ഞുകൊണ്ടാണ് അവരിത് മാർക്കറ്റ് ചെയ്തതും എന്നെ പോലെ മണ്ടിയായ ഒരാൾ അത് വാങ്ങിച്ചതും. എന്റെ പൈസ പോയത് പോയി, ഞാൻ കംപ്ലൈന്റ് ഒക്കെ അയച്ചിട്ടുണ്ട്, ബട്ട് ഐ ഡൗട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, കുറെ ആളുകൾ നമ്മളോട് അത് തിന്നാല് ഡയബറ്റിസ് വരും, ഇത് തിന്നാല് കൊളസ്ട്രോൾ വരും, ഇത് തിന്നാൽ ഹാർട്ട് അറ്റാക്ക് വരികയില്ല എന്നൊക്കെ പറയുന്നതിന് രണ്ട് തരത്തിലുള്ള ആളുകളാണ് പറയുന്നത്. ഒന്ന് പബ്ലിസിറ്റിക്കും അവരുടെ അടുക്കലേക്ക് പേഷ്യൻസിനെ ആകർഷിക്കാനും ഒക്കെ ചില ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയും. പിന്നെ ഒന്ന് ചില ആളുകൾ അവരുടെ പ്രോഡക്ട്സ് വിൽക്കാനായിരിക്കും. മില്ലറ്റ്സ് ഡെഫിനറ്റ്ലി നല്ലതാണ്, പക്ഷെ ഈ മില്ലറ്റ് കഴിച്ചതിന്റെ 30 കൊല്ലമായിട്ടുള്ള ഡയബറ്റിസ് മാറി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വീഡിയോ ഇട്ടിട്ട് ഉണ്ട്. വളരെ നല്ല ഒരു ഹൈ ക്ലാസ് ലേഡി വിത്ത് ഹൈ ക്ലാസ് ഹൗസിലൊക്കെ ഇരുന്ന് ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാനത് നോക്കിയപ്പോൾ അവരാണ് മില്ലറ്റ് വിൽക്കുന്നത്. അവർ പറഞ്ഞു അവരത് കഴുകി ഉണക്കി സോക്ക് ചെയ്ത് പിന്നെ ഉണക്കിയാണ് വിൽക്കുന്നത്. അപ്പൊ അത് വളരെ ഈസിയാണ് പറഞ്ഞ് വളരെ ഹൈ പ്രൈസിലാണ് അവർ ആ മില്ലറ്റ് വിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഒന്നുകിൽ അവരുടെ യൂട്യൂബ് ചാനൽ വഴി കാശുണ്ടാക്കാൻ, അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ വഴി അവർക്ക് കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ. അതായത് ഒന്നുകിൽ ഡോക്ടർ അലോപ്പതി ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ബുക്ക് സെല് ചെയ്യാൻ. ആ ഷുഗർ ഗോഡസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ കുറച്ചു നാളായിട്ട് ഇങ്ങനെ വളരെ ഡ്രമാറ്റിക് ആയിട്ട് നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഒരു ഇതിൽ എഴുതിയിട്ട് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ വളരെ ഡ്രമാറ്റിക് ആയിട്ട് കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഷുഗർ ഗോഡസ് അവരുടെ ബുക്കുകൾ പടപടാന്ന് വിൽക്കുന്നുണ്ട്, റെസിപ്പീസ് അത് ഇത്. അങ്ങനെ അവരവരുടെ ഇൻകത്തിന് വേണ്ടിയാണ് അവർ ഓരോന്ന് ചെയ്യുന്നത്. നമ്മൾ അതെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. അപ്പൊ ഈ ഡയബറ്റിസ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ക്യൂർ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ 400 ഇരിക്കുന്ന നമ്മൾക്ക് 200 250 ആക്കുന്നതാണ് ഡയബറ്റിസ് റിവേഴ്സൽ. അല്ലെങ്കിൽ അത് നമുക്ക് 180 കൊണ്ടുവരാൻ പറ്റും. ആ റിവേഴ്സലിന് നമ്മൾക്ക് സാധിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. ഡയബറ്റിസ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മളത് മരുന്നും കഴിച്ചുകൊണ്ട് നമ്മൾ പിന്നെയും പഴയതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഫാറ്റ് ഉണ്ടാകും. കാരണം ഇൻസുലിൻ നമ്മൾക്ക് ഫാറ്റ് ഒക്കെ അക്യൂമുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇപ്പൊ നമ്മൾ കൂടുതൽ നമുക്ക് ആവശ്യത്തിലധികം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഒക്കെ എന്ത് ചെയ്യും, ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരും, നമ്മുടെ ഡോസേജ് ഓഫ് മരുന്ന് കൂടി വരും. അപ്പൊ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അത് ഡയബറ്റിസ് മാറുക എന്നുള്ളതല്ല, പല കാര്യങ്ങൾ കൊണ്ട് പല മെത്തേഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് സാധിക്കും. എനിക്ക് ഈ ഇത്രയും വർഷം, അതായത് 2018 തൊട്ട് 2024 വരെ 6 കൊല്ലത്തെ ഇതുമെല്ലാം നോക്കുകയും പരീക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. നമ്മൾക്ക് തന്നെ വിചാരിച്ചാൽ നമ്മൾക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, റിവേഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ മിനിമം ലെവലിൽ, ഒരുവിധം കുഴപ്പമില്ലാത്ത ലെവലിൽ കൊണ്ട് വെക്കാം. എനിക്കിപ്പോൾ 69 വയസ്സ് കഴിഞ്ഞു. അടുത്ത മാർച്ചിൽ ഞാൻ 70 വയസ്സാവും. ഇനിയിപ്പോ എനിക്ക് വളരെയധികം കൺട്രോൾ ചെയ്ത് വളരെയധികം 5-ഒന്നും കൊണ്ടുവരേണ്ട ഒരാവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഞങ്ങളുടെ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ നോക്കിയുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് 70 വയസ്സ് വരെ ഈ ചാനൽ തുടരാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ട ഓരോ കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ വിധത്തിൽ ഞാൻ പറയും. ഇപ്പൊ പറയുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കും അത് ഉപയോഗമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഒന്നും വിൽക്കുന്നുമില്ല, അതുപോലെ എനിക്ക് ചാനലിൽ നിന്ന് യാതൊരു ഇൻകവും ഇല്ല. ഇതിൽ അഡ്വർടൈസ്മെന്റ് കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 100 വ്യൂസ് കഴിയുമ്പോൾ യൂട്യൂബ് ഇതിൽ അഡ്വർടൈസ്മെന്റ് ഇടും. അതിന്റെ ഇൻകം അവർക്ക് തന്നെയാണ്. അതിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടണമെങ്കിൽ അതിന്റെ വാച്ച് അവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെയധികം കൂടണം. അതൊന്നും എൻ്റെ ചാനലിലില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു ഇൻകം ഇതിൽ നിന്ന് ഈ രീതിയിലുള്ള ബ്രോഡ്കാസ്റ്റിൽ നിന്ന്, അതായത് ഞാനിങ്ങനെ ഡയബറ്റീസിനെ കുറിച്ച് പറയുന്ന ഒരു നീഷ് ഇതാണല്ലോ, പറയുന്നതിൽ നിന്ന് എനിക്ക് കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എൻ്റെ പാളയംകോടൻ ജാം പോലെയുള്ള യുണീക്ക് റെസിപ്പീസ് ഞാൻ ഇട്ടാൽ അതിൽ നിന്ന് എനിക്ക് വ്യൂവർഷിപ്പ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യും 70 ഇയേഴ്സ് വരെ. അപ്പോ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഒരു കാലത്തും
നിങ്ങൾക്ക് നല്ല ഫെമിലിയർ അല്ലാത്ത മാർക്കറ്റിംഗ് സോഴ്സസിൽ നിന്ന് ഒരു സാധനവും വാങ്ങിക്കരുത്. വാങ്ങിച്ചാൽ നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ. അത് എനിക്ക് പറ്റി. ഞാനൊരു വെറും വണ്ടി ആയതുകൊണ്ടാണ് എനിക്കിത് പറ്റിയത്. നിങ്ങൾക്കത് പറ്റരുതെന്ന് വെച്ചാണ് ഞാൻ പറഞ്ഞത്. ആ സൈറ്റിന്റെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, ഞാൻ ഉപയോഗിച്ച സൈറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ബിവെയർ ആൻഡ് ബി വോണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മഴ വന്നു, ക്ലൈമറ്റ് ഒക്കെ ഭേദമായി, പക്ഷെ വെള്ളപ്പൊക്കം പലരെയും അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.